അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ റമദാനിലെ 10ാമത്തെ ദിവസത്തെ വിശേഷങ്ങളുമായിട്ടാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് എന്നെ കണ്ടൊക്കെ വീഡിയോയിലേക്ക് ഇപ്പോൾ മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യാം. അപ്പോൾ ഇതാ അന്നത്തെ ദിവസത്തിലെ രാവിലെ മോനും ഒക്കെയും എല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് രാവിലെ എന്താ പറയുക ഇക്കും മോനും എല്ലാം പോയി. പിന്നെ മുറ്റടിച്ച് വരാനുണ്ടായിട്ടുണ്ടായിനി. അത് കഴിഞ്ഞിട്ട് തുടക്കാനും എന്താ പറയുക ബെഡ്ഷീറ്റ് വിരിക്കാനും കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ടായിനി. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വേഗം മീൻ മുറിക്കാൻ വന്നിട്ടുണ്ട്. നോമ്പെല്ലാം കഴിഞ്ഞാൽ ഞാൻ മീൻ മുറിക്കലും കാര്യങ്ങളെല്ലാം ആണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ അതെല്ലാം ചെയ്ത് തീർക്കലുണ്ട്. ഞാൻ എല്ലാ വ്ളോഗിലും പറയലുണ്ട്. പിന്നെ കറിയെല്ലാം വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ വൈകുന്നേരമല്ലേ വരണ്ടോ. പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് പറയുന്നതാണ്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, നമ്മളിപ്പം 4 ലക്ഷം ഫാമിലി ആയിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ എന്താ പറയുക, എനിക്ക് ഏറ്റവും കുറവ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായ അന്ന് മുതൽ ഇന്ന് വരെ എന്നെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെന്താ എനിക്ക് ഏറ്റവും കൂടുതൽ കമൻറ്റ് ചെയ്യുന്ന ഒരു സബ്സ്ക്രൈബറെല്ലാം ഉണ്ടായിട്ടുണ്ടായിനി. ആൾ പ്രഗ്നൻ്റായ കുട്ടികളുണ്ടായതുകൊണ്ട് ഇപ്പം എന്താ പറയുക കമൻസ് ഒന്നും ചെയ്യലില്ല. അപ്പോൾ എല്ലാവർക്കും എന്നെ അന്ന് മുതൽ ഇന്ന് വരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പിന്നെന്താ നമ്മുടെ സൽവയിൽ എപ്പോഴും നല്ല നല്ല കമൻസ് അത് ചെയ്യൽ എല്ലാവർക്കും തന്നെയാണ് കേട്ടോ. പിന്നെ ഇൻഷാ അല്ലാ ഗിവ് അവേ എല്ലാം കൊടുക്കണമെന്നെല്ലാം വിചാരിക്കുന്നുണ്ട്. ഞാൻ പറയാം കേട്ടോ ഡീറ്റെയിൽസ് എല്ലാം. ഇപ്പം കുറച്ച് തിരക്കെല്ലാം ആയതുകൊണ്ടാണ്. പിന്നെന്താ, ഞാൻ മീൻ കട്ടാക്കി എടുക്കലാന്ന് കേട്ടോ. ഞാൻ മീൻ കട്ട് ചെയ്യുമ്പോൾ എന്നോട് അധികം കമൻറ്റിൽ വരുത്തുന്നുണ്ട് വാല് കട്ട് ചെയ്യാണ്ട് തലഭാഗം ആദ്യം കട്ട് ചെയ്യണമെന്നല്ല. ഞാനിപ്പോൾ ശ്രദ്ധിക്കലുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് പുതിയ അറിവുകൾ നമുക്ക് അറിയാത്ത കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റും കേട്ടോ. എന്താ പറയുക, ഒരുപാട് നല്ല നല്ല കമൻസ് വരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ, ചെയ്തുകൂടാ, അങ്ങനെയുള്ള എന്തെല്ലോ കമൻസ് എല്ലാം വരുത്തുന്നുണ്ട് കേട്ടോ. അതെല്ലാം എടുക്കാൻ പറ്റുന്നത് എടുക്കലുണ്ട്. നല്ല കാര്യങ്ങൾ കുറേ ഉണ്ടാകലുണ്ട്. എന്നാൽ നമ്മളതായ കാര്യങ്ങളുണ്ടാവില്ലേ, അങ്ങനത്തതെല്ലാം നമ്മളെ ശീലത്തിലെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റൂ, അങ്ങനെ ചെയ്യലുണ്ട്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടിനും താങ്ക് യു സോ മച്ച്. പിന്നെന്താ, ഞാനിതാ മീനെല്ലാം കട്ടാക്കിയിട്ടില്ലേ നല്ല തേങ്ങ അരച്ച മീൻ കറി വെക്കാനാണ് വിചാരിക്കുന്നത്. മുറ്റത്തിലെ പച്ചമാങ്ങ ഉണ്ട്, കുറേ പച്ചമാങ്ങ പിടിച്ചിട്ടുണ്ട്. അതാണെങ്കിൽ പച്ചയായിട്ട് കഴിക്കാൻ പറ്റില്ല, പഴുത്താൽ അത്യാവശ്യം മോശമില്ലാത്ത ടേസ്റ്റ് തന്നെയാണ്. എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലെ മാങ്ങയല്ലേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പഴുത്താലും പച്ചയായാലും എല്ലാം കഴിക്കാൻ വേണ്ടിക്ക്. ഇവിടുത്തേത് പഴുത്താൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ പച്ച അങ്ങനെ നമ്മൾ പറിക്കാൻ നിൽക്കലില്ല. പക്ഷേ ഞാൻ വിചാരിച്ചു ഇന്നും മാങ്ങയിട്ട തേങ്ങക്കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് നല്ല ടേസ്റ്റിലേക്ക് കഴിക്കാൻ വേണ്ടിക്ക്. മക്കൾക്കാണെന്നുണ്ടെങ്കിൽ മീൻ കറി ഇഷ്ടമല്ല. മീൻ കറി വെച്ച ചോറ് ഭക്ഷണം എന്താ പറയുക അപ്പം മാത്രം അങ്ങനെ തിന്നലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഓർക്ക് മക്രോണി ഉണ്ടാക്കാൻ എനിക്ക് ഉക്കാക്ക് വേണ്ടിക്ക് മീൻ കറി ഉണ്ടാക്കാമെന്ന്. ഞാനും ചെറുതിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ, മീൻ കൂട്ടലില്ല. പക്ഷേ കല്യാണമെല്ലാം കഴിഞ്ഞ് കുട്ടിയെല്ലാവരും മീനിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അറിയാൻ തുടങ്ങിയ ശേഷം മീൻ ഭയങ്കര ഇഷ്ടം തന്നെയാണ്. അതുപോലെ അവർ ശരിയാവുന്ന വിചാരിക്കും. ഞങ്ങൾക്ക് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിനി. എന്നാലും ചിലപ്പം ചിലർ കേൾക്കുമ്പോൾ എന്തോ പോലെ ഫീൽ ചെയ്യില്ല. അതുകൊണ്ട് വീണ്ടും പറയുന്നതാണ് കേട്ടോ. പിന്നെന്താ, ഞാനിതാ മീനെല്ലാം കഴുകിയെടുക്കലാണ്. ഒരു മീൻ അങ്ങനെ ഫ്രൈ ആക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ബാക്കിയുള്ളത് കട്ട് ചെയ്തിട്ട് കുറച്ച് എന്താ പറയുക ഫ്രിഡ്ജിൽ വെക്കുക, ബാക്കിയുള്ളത് കറി വെക്കാമെന്നെല്ലാം വിചാരിച്ചിട്ട് അങ്ങനെ കഴുകിയെടുക്കലാണ് കേട്ടോ. പിന്നെ 6ാമത്തെ ദിവസം 7ാമത്തെ ദിവസം എങ്ങനെയാണെന്ന് ഞാൻ വ്ളോഗ് ചെയ്തിട്ടുള്ളൂ റമദാൻ്റെ. പിന്നെ ഒരു പുഡിംഗ് റെസിപ്പി ചെയ്ത് പിന്നെ ഞാൻ ചെയ്തിട്ടില്ല, വീഡിയോ ചെയ്തിട്ടില്ല. എന്താ പറയുക കുറച്ച് തിരക്കെല്ലായി പോയോണ്ടാണ് എന്തിട്ട് വീഡിയോ ഇല്ലാത്തതെന്നല്ല ചോദിച്ചിട്ടുണ്ടായിനി. ഇഫ്താർ പാർട്ടിയും കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ വേറൊരു ഞായറാഴ്ച നമ്മൾ പുറത്തുനിന്ന് അങ്ങനെ നോമ്പ് ഇവിടുന്ന് തുറന്ന് എന്നിട്ട് പുറത്ത് പോയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിനി. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ ഷെയർ ആക്കിയിട്ടില്ല. അതുപോലെ തന്നെ വേറൊരു ദിവസം ഇഫ്താർ പാർട്ടി ഉണ്ടായിട്ടുണ്ടായിന്, അങ്ങനെ പോയി. അതുകൊണ്ടാണ് വീഡിയോസൊന്നും ഇല്ലാണ്ടെന്നെ. അതുപോലെ തന്നെ പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോസൊന്നും ഇല്ലായിട്ട് എൻ്റെ പഴയ വീഡിയോയിൽ എടുത്തിട്ട് ഒന്നുകൂടി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിന്. കുറേ ആൾക്കാർക്ക് ഹാപ്പിയാണ്, പക്ഷേ കുറേ ആൾക്കാർ അങ്ങനെ ഇടല്ലേ ഇത്താന്നെല്ലാം പറഞ്ഞ് പറ്റിക്കല്ലേ ഇത്താന്നെല്ലാം പറഞ്ഞിട്ട് കമൻറ്റ് കണ്ടിട്ടുണ്ടായിന്. അങ്ങനെയല്ല കേട്ടോ, പുതിയ കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവില്ലേ, അപ്പോൾ അവർക്കും കൂടി ഉപകാരപ്പെട്ടോട്ടെ. നമ്മൾ പഴയ വീഡിയോസെല്ലാം അടിപൊളി വീഡിയോസാണ്, അടിപൊളി റെസിപ്പീസാണ്. അപ്പോൾ നിങ്ങൾക്കും കൂടി ഷെയർ ആക്കിയതാണ്. അപ്പം ഇഷ്ടമില്ലാത്തവർ വിട്ടെ. ഞാൻ ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് കേട്ടോ, ഇതെൻ്റെ പഴയ വീഡിയോസാണെന്ന്. എന്നാലും കുട്ടികൾക്കെല്ലാം ഇഫ്താർ പാർട്ടിയെല്ലാം ഒരുക്കുമ്പം എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങൾക്ക് ഏത് റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഇർഫാന ഷംഷീർ ഏത് റെസിപ്പിയാണോ വേണ്ടത് ആ റെസിപ്പിൻ്റെ പേരടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഒരുപാട് നല്ല നല്ല വീഡിയോസ് ചെയ്തിട്ടുണ്ടായിന്. പിന്നെന്താ, ഇനിയിപ്പോൾ ഞാൻ മീനും കാര്യങ്ങളും എല്ലാം കഴുകി കുറച്ച് വിനെഗർ ഒഴിച്ച് വെക്കലാണ്. ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ആരോ പുറത്തുനിന്ന് വെല്ലടിക്കുന്നുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്യാൻ നിന്നിട്ടില്ല.
ഉള്ളിൽ കാണും കേട്ടോ, ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ക്യാമറ വെച്ചിട്ടുണ്ടതിന് അങ്ങനെ. അപ്പോൾ അവർ പോയിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പില്ലേ എന്തെല്ലോ തിരക്കിലായി പോകും, അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് പറഞ്ഞതെല്ലാം പറയുന്നത്. അങ്ങനെ ഇനിയിപ്പോൾ ആ കുട്ടികൾക്കുള്ള ചിക്കനും കൂടി ഞാൻ കട്ടാക്കി എടുക്കലാണ്. പിന്നെ മീനിന് വരയിട്ട് കൊടുക്കലാണ്. ഞാനില്ലേ മീൻ ഇങ്ങനത്തെ വലിയ മീനെല്ലാം കട്ടാക്കി എടുക്കുമ്പം കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് കട്ടാക്കിയിട്ടില്ലെങ്കിൽ കറക്റ്റ് ഷേപ്പിൽ കിട്ടില്ലല്ലോ. അതുകൊണ്ടില്ലേ ഞാൻ ഇങ്ങനെ ആദ്യം വരഞ്ഞു കൊടുക്കും, എന്നിട്ട് കത്രിക്ക് വെച്ചിട്ട് ഒന്ന് കട്ടാക്കി എടുക്കും. എന്നിട്ട് ഭയങ്കര ഈസി ആയിട്ട് ആ ഒരു മീനിൻ്റെ മുള്ളിൻ്റെ ഭാഗമില്ലേ അതെല്ലാം അങ്ങ് പോയി കിട്ടും കേട്ടോ, അതെല്ലാം കട്ടാക്കി കിട്ടും. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ ഇതുപോലെ കട്ടാക്കി എടുക്കലാണ്. ഈ ഒരു മീനില്ലേ എൻ്റെ ഉമ്മക്ക് ഭയങ്കര ഇഷ്ടമുള്ള മീനാണ്. ഇപ്പം എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, ഉമ്മ അധികം പറയും ആ മീനുണ്ടെങ്കിൽ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല. നിങ്ങൾക്ക് അറിയുന്നവരാണെങ്കിൽ കമൻറ്റ് ചെയ്യട്ടാ. ഇത് തേങ്ങക്കറി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ പത്തിൽ എന്താ പറയുക ദോശൻ്റെ എല്ലാം കൂടെ കഴിക്കാൻ അടിപൊളിയാണെന്ന് പറയും, എപ്പോഴും പറയും. നോമ്പെല്ലാം കഴിക്കാൻ പ്രത്യേകിച്ച് എൻ്റെ ഉമ്മ ഇങ്ങനെ പരതും, ഇങ്ങനെ പുറത്തെല്ലാം പോകുമ്പോൾ ആ മീൻ ഉണ്ടോയെന്ന്. അങ്ങനെ അപ്പോൾ ആ മീൻ കണ്ടൊരു ഉപ്പ വാങ്ങിയിട്ട് അങ്ങനെ കൊടുത്തു വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ ഇതുപോലെ കട്ടാക്കി എടുക്കലാണ്. ഇത് കറക്റ്റ് ഷേപ്പിൽ കട്ടാക്കിയിട്ട് കറിയിൽ കാണാൻ വേണ്ടിക്ക് നല്ല ഭംഗിയായിരിക്കും. ഞാനില്ലേ മീനെല്ലാം കട്ട് ചെയ്യുമ്പോൾ നല്ല ആസ്വദിച്ചിട്ട് കട്ട് ചെയ്യും. നല്ല ഭംഗിയല്ലേ മീൻ കാണാൻ വേണ്ടിക്ക്, ഏത് മീനാണെങ്കിലും. നിങ്ങളെൻ്റെ വീഡിയോ പണ്ട് മുതലേ കാണുന്നവരാണെങ്കിൽ അറിയുണ്ടാവും, ഞാൻ ഓരോ ഭാഗങ്ങളും പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ നോക്കി ആസ്വദിച്ചിട്ടാണ് കട്ട് ചെയ്യൽ. അപ്പം ചിലരെല്ലാം വിചാരിക്കും ഇതെന്താ കൗണ്ടർ ടോപ്പിനുള്ളിൽ വെച്ചിട്ട് അല്ലാന്ന് കൗണ്ടർ ടോപ്പിന് മുകളിൽ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉള്ളിലെ കിച്ചണിൽ വെച്ചിട്ടെല്ലാം മീൻ കട്ട് ചെയ്യുന്നത്. നമുക്ക് അങ്ങനെയല്ല കമൻറ്റ് വരുത്തുന്നുണ്ട് കേട്ടോ. ഇത് വെറുപ്പ് തോന്നുന്നെല്ലാം പറയലുണ്ട്. ഒരു കമൻറ്റ് അങ്ങനെ വന്നിട്ടുണ്ടായിന്. നമുക്ക് അങ്ങനെ വെറുപ്പൊന്നും തോന്നലില്ല കേട്ടോ. നമ്മൾ കഴിക്കുമ്പോൾ എന്തായാലും നമുക്ക് വെറുപ്പൊന്നും തോന്നില്ലല്ലോ. പിന്നെ കട്ട് ചെയ്യുന്നതിന് എന്തിനാണ് നമ്മൾ വെറുക്കുന്നത്? അങ്ങനെ നമ്മൾ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചാൽ സ്മെല്ല് പോലും ഉണ്ടാവില്ല. എന്നോട് ചോദിക്കലുണ്ട്. ഏതോ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിനെ, റമദാൻ്റെ ടൈം തന്നെയാണ്. കിച്ചൺ എത്ര ക്ലീൻ ആക്കി കഴിഞ്ഞാലും ഒരു ബാഡ് സ്മെല്ല് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട്. നമ്മളില്ലേ കിച്ചണ് ക്ലീൻ ആക്കുന്നതിനോട് കൂടി നമ്മളിപ്പം പ്ലേറ്റ് സെറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ പാത്രങ്ങളെ സെക്ഷന്, ഈ ഉപ്പും മുളകും വെച്ച സ്ഥലങ്ങളെല്ലാം ഉണ്ടാവില്ലേ അതിൻ്റെ എല്ലാം അടിഭാഗവും, അതുപോലെ തന്നെ നമ്മൾ കൗണ്ടർ ടോപ്പിന് മുകളിൽ വെക്കുന്ന പാത്രങ്ങൾ കാര്യങ്ങൾ എല്ലാം തന്നെ നമ്മൾ ആദ്യം ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള തുണി കഴുകുക. എന്നിട്ട് ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് നല്ല വൃത്തിക്ക് തുടച്ചെടുക്കുക. എന്നിട്ട് വീണ്ടും എന്തെങ്കിലും ഒരു ലിക്വിഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അലക്കാൻ ഉപയോഗിക്കുന്ന സർഫോ സോപ്പോ എന്തെങ്കിലും തുണിയിലാക്കിയിട്ട് നല്ല സ്മെല്ലാക്കാം. എന്നിട്ട് അത് വെച്ചിട്ട് വീണ്ടും നല്ല വൃത്തിക്ക് തുടച്ച് കഴിഞ്ഞാലില്ലേ ആ ബോട്ടിലും പാത്രങ്ങളുടെ അടിവാശവും എല്ലാം ചെറിയ ചെറിയ പൊടികൾ, വേസ്റ്റ്, എന്താ പറയുക പല്ലിൻ്റെയോ ഇതിൻ്റെ എല്ലാം പാറ്റകളുടെ എല്ലാം വേസ്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അതാണ് കേട്ടോ നമുക്ക് ബാഡ് സ്മെല്ല് ഉണ്ടാക്കുന്ന ആ വെള്ളത്തിൻ്റെ അംശം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ പ്ലേറ്റിൻ്റെ എല്ലാം അടിയിൽ അതെല്ലാം കിച്ചണിൽ കയറുമ്പോൾ ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉള്ളി ഇട്ട കൊട്ടയും കാര്യങ്ങളെല്ലാം ഉണ്ടാവില്ല, അതിൽ കേടുവന്ന ഉള്ളി ഉണ്ടാവും, പഴം അങ്ങനത്തെ എല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിക്കഴിഞ്ഞാൽ തന്നെ കിച്ചണൊപ്പം നല്ല ഫ്രഷ് സ്മെല്ലുണ്ടാവും. അതുപോലെ തന്നെ ജനൽ തുറന്നിടാം. കിച്ചണിൽ കയറി കഴിഞ്ഞാൽ ജനൽ തുറന്നിട്ട് കഴിഞ്ഞാലേ ആ ഒരു ഫ്രഷ് എയർ കയറും. അങ്ങനത്തെ എല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ കിച്ചണ് നല്ല എപ്പോഴും നല്ല എന്താ പറയുക നല്ല ഫ്രഷ് ഫീൽ കിട്ടും കേട്ടോ. അതുപോലെ തന്നെ പാത്രങ്ങളെല്ലാം വെക്കുന്ന സെക്ഷനെല്ലാം ഉണ്ടാവില്ലേ അതെല്ലാം ഇടയ്ക്കൊന്ന് ക്ലീനാക്കി അതിൻ്റെ പേപ്പർ വിരിക്കുന്നതാണെങ്കിൽ ആ പേപ്പറെല്ലാം മാറ്റി കൊടുക്കുക. അങ്ങനെയെല്ലാം ചെയ്യണം, എന്നാലാണ് എപ്പോഴും നല്ല സ്മെല്ലായിട്ടുണ്ടാവുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും പെർഫ്യൂമെല്ലാം കർട്ടനിലെല്ലാം ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാലും നല്ലൊരു സ്മെല്ലായിരിക്കും. കിച്ചണിൽ ഫ്ലവർ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫ്ലവറിനെ അടിച്ചു കൊടുക്കുക. അങ്ങനെ ആകുമ്പം കിച്ചണ് നല്ല എപ്പോഴും നല്ല നീറ്റായിട്ടുണ്ടാവും. പിന്നെ മീനെല്ലാം കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൗണ്ടർ ടോപ്പിന് മുകളിൽ വെച്ചിട്ട് മീൻ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തും തെറിക്കും. അതിന് വേണ്ടിക്കില്ലേ സ്പോഞ്ച് വെച്ചിട്ട് ആ ഒരു ടൈലും കാര്യങ്ങളെല്ലാം തുടച്ചെടുക്കുക. എന്നിട്ട് തുണി വെച്ചിട്ട് തുടച്ചെടുക്കുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ വെള്ളത്തിലെല്ലാം ഇട്ടിട്ട് ഞാനെല്ലാം അധികം ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് ചെയ്യൽ. ഇങ്ങനെ തെറിക്കുമെന്ന് ഉറപ്പുള്ളവർ കുറച്ച് വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചിട്ടെല്ലാം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അത്രയും മീൻ്റെ സ്മെല്ലൊന്നും ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ പുറത്ത് പോയിട്ട് കട്ട് ചെയ്യുക. എനിക്കത് ഇതുവരെ അങ്ങനെ കിച്ചണിൽ മീനൊന്നും കട്ട് ചെയ്തിട്ട് അങ്ങനെ വലിയ എനിക്ക് പ്രശ്നമായിട്ട് തോന്നില്ല. ഞാൻ ആദ്യം നല്ല സ്മെല്ലിലെ മീനല്ലാന്നെങ്കിൽ കുറച്ച് അലക്കുന്ന സർഫും കാര്യങ്ങളെല്ലാം ഉണ്ടാവില്ലേ അതെല്ലാം സ്പോഞ്ചിലാക്കിയിട്ട് ഉരച്ചിട്ട് ആ ഒരു ഭാഗം ക്ലീൻ ആക്കി എടുക്കും. നല്ല തുണി ഒഴിച്ചിട്ട് തുടച്ചിട്ട് നമ്മൾ ഈ കൗണ്ടർ ടോപ്പും കാര്യങ്ങളെല്ലാം തുടക്കുന്ന തുണിയില്ലേ അത് ഡെയിലി അല്ലാന്നുണ്ടെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ തന്നെ അലക്കാൻ ശ്രദ്ധിക്കുക. ഒന്നിക്കൽ മെഷീനിൽ നമ്മൾ മാറ്റും കാര്യങ്ങളും അലക്കുമ്പോൾ അതിലിട്ടിട്ട് അലക്കിയാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ രാത്രി നല്ല ഇളം ചൂടുവെള്ളം എന്താ പറയുക തിളച്ച വെള്ളത്തിൽ കുറച്ച് സർഫും ലിക്വിഡെല്ലാം ആക്കിയിട്ട് കഴുകിയിട്ട് നല്ല വെയിലത്ത് ഉണക്കാനിടുക. അപ്പം തുണിയിൽ നിന്നും സ്മെല്ല് വരും കേട്ടോ, ബാഡ് സ്മെല്ല്. അപ്പം ഞാനെല്ലാം ഡെയിലി തന്നെ അന്ന് ഉപയോഗിച്ച തുണികളും കാര്യങ്ങളും മെഷീനിൽ കൊണ്ടുപോയിട്ടിടും. അത് അലക്കിക്കഴിഞ്ഞാൽ ഫ്രഷ് ആയില്ലേ.
പിറ്റേ ദിവസം വേറെ ഇതെടുക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യൽ. അപ്പം തുണിൻ്റെ കാര്യത്തിൽ സ്മെല്ലും കാര്യങ്ങളും ഉണ്ടാവില്ല. ഇത് നമ്മൾ ഒരിക്കൽ യൂസ് ചെയ്ത തുണി വെറുതെ വെള്ളത്തിലിട്ടിട്ട് അവിടെ ഇങ്ങനെ ആറിയിടും. പിന്നെയും അത് വീണ്ടും ഉപയോഗിക്കും. അതിലെല്ലാം കുറേ അണുക്കളും കാര്യങ്ങളും ഉണ്ടാവും. അതുപോലെ ബാഡ് സ്മെല്ലെല്ലാം ഉണ്ടാവും. അപ്പോൾ അതിലൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എവിടെ നിന്നാണ് സ്മെല്ല് വരുത്തുന്നുള്ള രീതിയിൽ അതൊന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ കിച്ചൺ എപ്പോഴും നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ. പിന്നെ കിച്ചൺ എന്തായാലും ഡെയിലി തുടക്കാൻ തന്നെ ശ്രമിക്കുക. കാര്യം കിച്ചണിൽ നമ്മൾ ഫുഡെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ നിലത്ത് എന്തായാലും തെറിക്കും. അപ്പോൾ ഓയിലും കാര്യങ്ങളെല്ലാം തെറിക്കും. നമ്മൾ എത്ര ശ്രദ്ധിച്ച് കഴിഞ്ഞാലും എന്തായാലും ചെറിയൊരു അംശമെങ്കിലും ഉണ്ടാവും ഫ്രൈ ആക്കാനെല്ലാം ഇട്ട് കഴിഞ്ഞാൽ. അപ്പം നിലം എപ്പോഴും തുടച്ച് വൃത്തിയാക്കാൻ ശ്രമിക്കുക. അങ്ങനെയെല്ലാം ചെയ്ത് നോക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഞാനില്ലേ ഉള്ളിയും തക്കാളിയും എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും മക്രോണിക്കുള്ളതും അതുപോലെ തന്നെ മീൻ കറിക്കുള്ളതും. ഇതില്ലേ നിങ്ങൾ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കേണ്ട ഒരു മീൻ കറിയാണ് കേട്ടോ. ഞാൻ റെസിപ്പി പറഞ്ഞുതരാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ട് വന്നേരില്ലേ ഒരു ചെറിയ സൈസ് ഉള്ളി, 8 അല്ലി വെളുത്തുള്ളി, 2 തക്കാളി, പച്ചമാങ്ങ നിങ്ങൾ പുളിക്കനുസരിച്ചിട്ട്, അതുപോലെ തന്നെ 2 പച്ചമുളക്, ഉപ്പും കൂടി ചേർത്തിട്ടില്ലേ നല്ലോണം വഴറ്റിയെടുക്കുക. നല്ലോണം ഉള്ളിയും തക്കാളിയെല്ലാം കുക്കായിട്ട് വരണം കേട്ടോ. അപ്പോൾ ഞാൻ അടച്ചു കൊടുക്കലാണ്. പച്ചമാങ്ങ ലാസ്റ്റ് ചേർക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്കില്ലേ ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടിയെല്ലാം ചേർത്ത് കൊടുക്കലാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മല്ലി മുളക് മിക്സാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടി വേറെ മുളക് പൊടി കറിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടില്ലേ എല്ലാം കൂടി സ്മെല്ല് മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. ഞാനിപ്പം 1 മീനിൻ്റെ അളവാണ് കേട്ടോ പറയുന്നത്. 1-2 മീനിന് ഇത് കറക്റ്റ് അളവായിരിക്കും. അപ്പോൾ ഇത് റോ സ്മെല്ല് മാറുന്നത് വരെ നല്ലോണം വഴറ്റി കൊടുക്കുക. ബാക്കി ഒരു സ്പൈസസും ആഡ് ചെയ്യണ്ട. ഇനിയിപ്പോൾ ഞാനില്ലേ പത്തിലിനുള്ള മാവ് കുഴച്ചെടുക്കലാണ്. നമ്മൾ പത്തിൽ നിന്നാണ് കേട്ടോ പറയൽ. പച്ചവെള്ളത്തിലാണ് നമ്മൾ കുഴച്ചെടുക്കുക. ഈ പത്തിരിപ്പൊടിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇർഫാന ഷംഷീർ റമദാൻ പ്രിപ്പറേഷൻ വ്ളോഗ് എല്ലാന്നുണ്ടെങ്കിൽ പത്തിരിപ്പൊടി റെസിപ്പി നല്ല ടൈപ്പ് ചെയ്തതിനാൽ നിങ്ങൾക്ക് കിട്ടും. ഇത് നമുക്ക് നൂൽപുട്ട്, ഇടിയപ്പം തന്നെ നൂൽപുട്ട് എന്ന് പറയാം. ഇത് നമുക്കില്ലേ ഒറോട്ടി, അതുപോലെ തന്നെ ടയർപ്പത്തിരി, നൂൽപുട്ട്, നൈസ് പത്തിരി എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പച്ചവെള്ളത്തിലേക്ക് വെച്ചിട്ട് ഇപ്പം ഞാൻ വെള്ളം കൂടി എടുക്കലാണ്. കറിയിലേക്കുള്ള തേങ്ങ അരക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കില്ലേ ഈ ഒരു കറിക്ക് അരമുറി നല്ല ഫ്രഷ് തേങ്ങ എടുക്കാൻ ശ്രദ്ധിക്കാം. അരമുറി തേങ്ങ വലിയ തേങ്ങയാണെന്നുണ്ടെങ്കിൽ, ചെറുതാണെങ്കിൽ 1 തേങ്ങ ചേർത്ത് കൊടുക്കുക. ഫെനൽ സീഡില്ലേ വലിയ ജീരകം അതൊരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് വെള്ളവും കൂടി ഒഴിച്ചിട്ട് തേങ്ങ നല്ലോണം അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല, വറക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ലോണം അരച്ചിട്ട് നമ്മൾ ദോശക്കെല്ലാം അരക്കൂലേ, തരിതരിപ്പില്ലാണ്ട് തേങ്ങ അരച്ചിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിക്ക്. അപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുക്കലാണ്. ഈ ഒരു മുളകിൻ്റെ എല്ലാം റോസ്മെല്ല് മാറിയ ശേഷം വേണം കേട്ടോ തേങ്ങ അരച്ചിട്ട് ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് മിക്സിയുടെ ജാറിൽ കഴുകി ഒരു വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കട്ടാക്കി ക്ലീനാക്കി വെച്ച് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിൻ്റെ ഉപ്പൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. പിന്നെ തേങ്ങക്കറിയിൽ കുറച്ച് തക്കാളി അധികം ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇപ്പം നമ്മൾ പച്ചമാങ്ങ ഇട്ടുകൊണ്ടാണ് നമ്മൾ 2 തക്കാളി മാത്രം ഇട്ട് കൊടുത്തേട്ടാ. നിങ്ങളതിൽ പച്ചമാങ്ങ ഇല്ലാന്നുണ്ടെങ്കിൽ 3 തക്കാളി ഇട്ട് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പുളിവെള്ളയില്ലേ അതും കൂടി ഒഴിച്ചു കൊടുക്കുക. മുളക് വാട്ടിക്കഴിഞ്ഞാൽ കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നല്ലോണം മീൻ കഷ്ണങ്ങളും ഇട്ടിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇതിലേക്ക് കുറച്ചധികം കറിവേപ്പിലയും മല്ലിയിലയും കൂടി കട്ടാക്കിയിട്ട് കൊടുക്കുക. ഈ ഒരു കറിയിലെ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയ കറികളിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് തന്നെ നിങ്ങൾ പറയും. ഞാൻ വെറുതെ അറിയുന്നല്ല, കുറേ കാര്യങ്ങൾ റെസിപ്പീസെല്ലാം ഞാൻ ഷെയർ ആക്കുമ്പം കുറേ ആൾക്കാർ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പറയലുണ്ട്. അങ്ങനെ തന്നെയല്ലേ യമനി മന്തിയല്ല, ഏതോ ഒരു ബീഫ് മന്തിൻ്റെ റെസിപ്പിൻ്റെ ഇടയിൽ ഒരാൾ വലിയൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിനി. ഞാൻ സാധാരണ വിചാരിച്ചു എല്ലാവരും പറയുന്ന പോലെ ഭയങ്കര ടേസ്റ്റാണെന്നെല്ലാം പറയുന്നതാണ്. പക്ഷേ ഇതുണ്ടാക്കി നോക്കി അടിപൊളിക്കെന്നെല്ലാം എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഞാൻ മിന്നാന്നെങ്ങാനും ആ കമൻറ്റ് 1 വർഷം മുമ്പേ എങ്ങാനും ആളെഴുതിയ കമൻറ്റാണ്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിന്. അപ്പോൾ അതുപോലെ ഒരുപാട് കമൻറ്റ്സ് വരുത്തുന്നുണ്ട് കേട്ടോ. ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സാധാ തേങ്ങക്കറി വെക്കുന്നതിലും കുറച്ച് വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. പത്തിലിൻ്റെ കൂടെ, ദോശ, നെയ്ച്ചോറ് എല്ലാത്തിൻ്റെ കൂടെ അടിപൊളിയായിരിക്കും കേട്ടോ. ഉണ്ടാക്കി നോക്കാം. ഇനിയിപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മക്രോണിയും ഞാൻ പാക്കറ്റെല്ലാം പൊളിച്ചിട്ടിട്ട് കൊടുക്കലാണ്.
എന്നിട്ട് ഞാൻ പത്തിലെല്ലാം കുഴച്ച് വെച്ചിട്ടില്ലേ, പത്തിലെല്ലാം ചുട്ടിട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു. കാര്യം കുറേ കഴിഞ്ഞാലില്ലേ നല്ല ക്ഷീണമാവില്ലേ, ഒന്നും ചെയ്യാൻ തോന്നില്ല. പത്തിലെല്ലാം ഇങ്ങനെ ഓട്ടിൻ്റെ വില വെച്ച് ചുടുമ്പം ഭയങ്കര തീ വേണം. അതുപോലെ തന്നെ നല്ലോണം നമ്മൾ ക്ഷീണമായും ചെയ്യും അടുപ്പിൻ്റെ മുമ്പിൽ തന്നെ നിൽക്കുമ്പോൾ. അതുകൊണ്ട് ഞാൻ പത്തിലും കൂടി ചുട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് പത്തിൽ ചുട്ടെടുക്കലാണ്. ഇന്നാണെങ്കിലേ കട്ലറ്റാണ് സ്നാക്കായിട്ട് ഉണ്ടാക്കുന്നത്. കട്ലറ്റ് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എനക്കും എൻ്റെ മൻഹാക്കും ഒഴികെ ബാക്കി എല്ലാവർക്കും ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റമാണ്. എനിക്കിഷ്ടമല്ലാന്നല്ല, നോർമൽ എന്താ പറയുക, എൻ്റെ മൈസക്കും കാക്കെല്ലാം ഭയങ്കര ഇഷ്ടമുള്ള ഐറ്റമാണ് കട്ലറ്റ്. അപ്പം കട്ലറ്റ് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. കട്ലറ്റിലില്ലേ ഗ്രീൻ പീസ് കടലയും കൂടി ഇട്ടിട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ പത്തിൽ ചുട്ടെടുക്കലാണ്. ഈ പത്തിരിപ്പൊടിൻ്റെ കാര്യം ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഇർഫാന ഷംഷീർ പത്തിരിപ്പൊടി റെസിപ്പി എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. പിന്നെ കുറേ ആൾക്കാർക്ക് ഇങ്ങനെ ഓട്ടിൻ്റെ മുകളിൽ ഇട്ടിട്ട് പത്തിരി ചുടുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമെന്നെല്ലാം പറയലുണ്ട്. ഇത് എന്താ പറയുക, നമ്മളെല്ലാം ഫാമിലിയിൽ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. എൻ്റെ എല്ലാം വീട്ടിലെല്ലാവർക്കും ഇതുപോലെ പത്തിൽ ചുടാനറിയാം. പക്ഷേ കണ്ണൂർ തന്നെ ഒരുപാട് പേർക്ക് ഇങ്ങനെ ഓട്ടിൻ്റെ മേൽ വെച്ചിട്ട് ചുടാനറിയില്ല. ഇതെല്ലാം ഞാൻ പഠിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെറുതിലെല്ലാം ഉമ്മ പത്തിരി ഇങ്ങനെ ചുടുന്നത് ഇങ്ങനെ നോക്കി നിൽക്കും. ഉമ്മാനോട് ഞാൻ എന്താ പറയുക, ഉമ്മാനോട് ഞാൻ സ്കൂളിലത്തെ കഥകളും കാര്യങ്ങളെല്ലാം പറയും. ഉമ്മ തന്നെയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പോൾ ഉമ്മ ഫുഡ് ഉണ്ടാക്കുമ്പോൾ അരുവത്ത് പോയിട്ട് നിന്നിട്ട് അങ്ങനെ കണ്ടുപഠിച്ചതാണ് കേട്ടോ. പിന്നെ ഞാൻ അതിനിത് പഠിപ്പിക്കുക അങ്ങനെയൊന്നല്ല. എന്നോട് ചോദിക്കലുണ്ട് ഈ കുക്കിംഗ് എല്ലാം ആരോ പഠിപ്പിച്ചതെന്ന്. നമ്മളിങ്ങനെ ചെറുതിലേ ഇങ്ങനെ കാണുമ്പം അതിനോടൊരു ഇഷ്ടം തോന്നലാണ്. പിന്നെ ഞാൻ പത്തിൽ ചുട്ടു നോക്കി. ഉമ്മില്ലാണ്ട് തന്നെയാണ് ആദ്യം ഞാൻ പത്തിരി ചുട്ടു നോക്കിയത്. പക്ഷെ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടലുണ്ട്. കാര്യം നമ്മൾ കുറേ കാലം ഉമ്മ ചെയ്യുന്നത് കണ്ടില്ലേ, പിന്നെ അത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അങ്ങനെ പിന്നെന്താ, ഞാനില്ലേ ചിക്കന് ഫ്രൈ ആക്കാൻ വേണ്ടിക്ക് കട്ലറ്റിന് വേണ്ടിക്കുള്ള ചിക്കനും പിന്നെ മക്രോണിക്ക് വേണ്ടിക്കുള്ള ചിക്കനും രണ്ടും ഒരുമിച്ച് തന്നെയാണ് കേട്ടോ ഫ്രൈ ആക്കി എടുക്കുന്നത്. എന്നാൽ കുറേ പാത്രം കഴുകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ മക്രോണിക്ക് വേണ്ടിക്ക് ഞാൻ ചിക്കന് കുറച്ച് വലിയ പീസാക്കിയിട്ട് എന്താ പറയുക ചില്ലി പീസാക്കിയിട്ട് തന്നെയാണ് കേട്ടോ അധികം കട്ടാക്കൽ. അപ്പോൾ അതും കൂടി ഫ്രൈ ആക്കാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പത്തിരിപ്പൊടി നല്ല പത്തിരിപ്പൊടിയാണ് കേട്ടോ, നല്ലോണം പൊങ്ങി വരും. ഞാൻ റെസിപ്പി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ മക്രോണിക്ക് വേണ്ടിക്കുള്ള 4 ഉള്ളി കട്ടാക്കിയത് ആ ഒരു ഫ്രൈ ആക്കി എടുത്ത ചിക്കന് ഞാൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കുക, എന്താ പറയുക, ആ ഒരു ഓയിലിലേക്ക് തന്നെ ഇട്ട് കൊടുക്കലാണ്. എന്നിട്ട് കുറച്ച് പച്ചമുളകും ഉപ്പും എല്ലാം കൂടി ഇട്ട് കൊടുക്കലാണ്. എന്നിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഇനിയിപ്പോൾ ഞാൻ കട്ലറ്റിന് വേണ്ടിക്ക് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കട്ലറ്റ് എല്ലാം ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്ന തന്നെയല്ലേ. അപ്പോൾ ഞാൻ കട്ലറ്റിൻ്റെ ഫില്ലിംഗ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മൈദ മുട്ട കുറച്ച് വെള്ളവും കൂടി മിക്സാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കോൺഫ്ലോറും. ഇങ്ങനെ ചെയ്യുവാണെങ്കിലേ കട്ലറ്റൊന്നും ഒട്ടും എണ്ണ കുടിക്കാണ്ട് നിങ്ങൾക്ക് എന്താ പറയുക ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും കേട്ടോ. അടിപൊളിയാണ്. സാധാരണ കട്ലറ്റെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറേ ഓയിൽ ഉണ്ടാവും, കാണാൻ അത്ര ഭംഗി ഉണ്ടാവില്ല, അങ്ങനെയല്ലേ ഇരിക്കൂലേ. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് ഇങ്ങനെ കട്ലറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഷോപ്പിലെല്ലാം എന്താ പറയുക ഹോട്ടലിലെല്ലാം കിട്ടുന്നതിലും അടിപൊളിയായിട്ട് ഒട്ടും ഓയിൽ, നമ്മൾ കയ്യിൽ കട്ലറ്റ് എടുത്താലും ഒട്ടും ഓയിൽ ഉണ്ടാവില്ല അതിന്. ഇങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ. കോൺഫ്ലോർ പിന്നെ അവിടെ എടുത്തിട്ടുള്ളത് ആ ഒരു പൊടിയായിട്ട് കാണുന്നത് കോൺഫ്ലോറാണ്. ഉണ്ടെങ്കിൽ എന്തായാലും എടുക്കുക. പിന്നെ ഇവിടെ ഉള്ളത് ഒരു മുട്ട, കുറച്ച് മൈദയും കുറച്ച് വെള്ളവും കൂടി മിക്സാക്കി എടുത്തത്. പിന്നെ ബ്രെഡ് ക്രംസുമാണ് കേട്ടോ. പിന്നെ ബ്രെഡിൻ്റെ സൈഡെല്ലാം കട്ടാക്കിയിട്ട് പൊടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല കളറിൽ കട്ലറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്ത് സ്നാക്കാണെന്നുണ്ടെങ്കിലും. ഞാനിപ്പം ബ്രെഡിൻ്റെ സൈഡോടുകൂടിയാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനിയിപ്പം ആ കട്ലറ്റിൻ്റെ ഫില്ലിങ് റെഡിയാക്കാൻ അറിയാത്തവർക്ക് വേണ്ടിക്ക് പറഞ്ഞുതരാം. ഒരു 3 ഉള്ളി എടുക്കാം. നിങ്ങൾക്ക് എത്രയോ എന്താ പറയുക എത്ര കട്ലറ്റ് വേണോ അതിനനുസരിച്ച്. ഇതിപ്പം 3 ഉള്ളി, ചെറുതാണെങ്കിലും 3, വലുതാണെങ്കിലും 2 ഉള്ളി എടുക്കുക. ഒരു ഇഞ്ചി വലുപ്പത്തിൽ ഇഞ്ചി, 6 അല്ലി വെളുത്തുള്ളി. ഉള്ളി വഴറ്റി കഴിഞ്ഞാൽ അതിട്ട് കൊടുക്കുക ചതച്ചത്. പിന്നെ 3 പച്ചമുളക്, പിന്നെ 2 ഉരുളക്കിഴങ്ങ് വേവിക്കുക. ചിക്കന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ എടുക്കുക, വേവിച്ചെടുക്കുന്നെങ്കിൽ എടുക്കുക. കുറച്ച് ഗരം മസാല പൗഡറും കുരുമുളക് ക്രഷ് ചെയ്തതും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വാട്ടിയെടുക്കുക. എന്നിട്ട് ഉരുളക്കിഴങ്ങും ചിക്കനും ഇട്ട് കൊടുക്കുക. എല്ലാം മിക്സാക്കി എടുക്കുക. ഗ്രീൻ പീസ് കടല ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ സമയം ഇട്ട് കൊടുക്കുക. അവസാനമായിട്ട് മല്ലിയിലയും കുറച്ച് ചെറുനാരങ്ങയും പിഴിഞ്ഞ് കൊടുക്കുക. കുരുമുളക് ക്രഷ് ചെയ്തത് കുറച്ചധികം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ കട്ലറ്റിൻ്റെ ഫില്ലിങ് റെഡി ആവും കേട്ടോ. പിന്നെ അതുപോലെ ബ്രെഡ് ക്രംസിലും കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു
എരിവുണ്ടാവും, എന്താ പറയുക, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിക്ക്. ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതാ ഞാൻ ആദ്യം കട്ലറ്റിന് ഓരോരോ ബോൾസ് ആക്കി എടുത്ത് എന്നിട്ട് ഷേപ്പ് ചെയ്തിട്ടില്ലേ, എന്താ പറയുക, ആ ഒരു മൈദയിൽ മുക്കിക്കൊടുത്ത്, മൈദയിലല്ല സോറി കോൺഫ്ലോറിൽ മുക്കി പിന്നെ മൈദയിൽ മുക്കിക്കൊടുത്ത് എന്നിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കലാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒട്ടും എണ്ണ കുടിക്കാണ്ട് നമുക്ക് കട്ലറ്റ് റെഡിയാക്കി എടുക്കാനും പറ്റും. പിന്നെ കട്ലറ്റ് പൊട്ടിപ്പോക്കുണ്ട് എന്നെല്ലാം കുറേ കമൻറ്റ് കാണലുണ്ട്, കട്ലറ്റ് എണ്ണയിലിട്ടാൽ പൊട്ടിപ്പോകുന്നു, എന്താ ചെയ്യാന്നെല്ലാം. ഉരുളക്കിഴങ്ങിൻ്റെ അളവ് കറക്റ്റ് എടുത്തിട്ടില്ലെങ്കിൽ കട്ലറ്റ് പൊട്ടിപ്പോകും കേട്ടോ. എല്ലാം കറക്റ്റായിട്ട് വേണം. പിന്നെ ഉരുളക്കിഴങ്ങ് ഒരു 3 വിസിൽ വരെ മാത്രം വേവിക്കുക. 2 or 3 വിസിൽ. കുറേ വെന്തടിന രീതിയിൽ ഉരുളക്കിഴങ്ങ് എടുത്തു കഴിഞ്ഞാലും വെള്ളം കുടിക്കഴിഞ്ഞാലെല്ലാം കട്ലറ്റ് ലൂസായിട്ട് പൊട്ടിപ്പോവും. അപ്പം അതെല്ലാം ഞാൻ ചെയ്ത് കഴിഞ്ഞ് ഞാനിതാ ഒന്ന് കുളിച്ച് ഫ്രഷായി നമസ്കാരം ഓത്തും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് എന്നിട്ട് ചെടിയെല്ലാം നല്ലോണം വാടിയിട്ടുണ്ട്. അപ്പോൾ ചെടിക്കെല്ലാം വെള്ളമൊഴിക്കലാണ്. നല്ല വെയിലല്ലേ, ചെടിയെല്ലാം പെട്ടെന്ന് വാടിപ്പോക്കുണ്ട് കേട്ടോ. എന്നിട്ട് വെള്ളമൊഴിച്ച് കൊടുക്കലാണ്. പിന്നെ മുറ്റത്ത് വെള്ളമൊഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, എവിടെയും ഞാൻ പൈപ്പ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക നമ്മളെ വീട്ടിൽ ഇങ്ങനെ പ്ലംബിങ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നതായിട്ടല്ലേ, അവർ കുറേ തിരക്കിലാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ പിന്നെ രാവിലെ എല്ലാ ഐറ്റംസും റെഡിയാക്കിയിട്ട് പോകും മുമ്പേ ഞാൻ കിച്ചണ് മൊത്തത്തിൽ ക്ലീനാക്കി എടുക്കലുണ്ട് കേട്ടോ. അത്താഴം കഴിഞ്ഞാലും ക്ലീനാക്കി എടുക്കും. പിന്നെ വൈകുന്നേരം കിച്ചണിലേക്ക് വരുമ്പോൾ ഒന്ന് ഫ്രഷ് ആയിട്ട് ഉണ്ടാകാൻ വേണ്ടിക്ക് പണിയെല്ലാം കഴിഞ്ഞാൽ കിച്ചണ് മൊത്തത്തിൽ ക്ലീനാക്കിയിട്ട് മാത്രമേ കേട്ടോ പോവും. ഇല്ലാന്നുണ്ടെങ്കിൽ നോമ്പെല്ലാം തുറന്നു കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ 2 ഗ്ലാസ് 3 ഗ്ലാസ്സല്ലേ എടുക്കുന്നുണ്ടാവും, എന്നാലും ഇല്ലേ കുറേ പാത്രങ്ങളില്ല പോലെ എനിക്ക് ഫീൽ ചെയ്യലും. മഗ്‌രിബ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പാത്രങ്ങളെല്ലാം കഴുകുന്നത് ഓർക്കുമ്പം ഒന്നാമത് നമ്മൾ നോമ്പ് തുറന്ന് അതിൻ്റെ ക്ഷീണം ഉണ്ടാവും. പിന്നെ കുറേ പാത്രങ്ങൾ കാര്യങ്ങൾ എല്ലായിട്ട് ഭയങ്കര ക്ഷീണമായിരിക്കില്ലേ, കഴുകാനും മടിയായിരിക്കും. അങ്ങനെ അതുകൊണ്ട് തന്നെ ആ ഫുഡ് ഉണ്ടാക്കിയിട്ട് റെഡിയാക്കി വെക്കുന്ന ടൈം തന്നെ ഞാൻ എല്ലാം ക്ലീൻ ആക്കി വെക്കും, കൗണ്ടർ ടോപ്പും കാര്യങ്ങളും എല്ലാം. ഇനിയിപ്പോൾ ഇതാ ഞാൻ കട്ലറ്റ് ഫ്രൈ ആക്കി എടുക്കലാണ്. ഒന്നുമില്ല, എല്ലാവർക്കും അറിയുന്ന തന്നെയായിരിക്കും, ചൂടായ എണ്ണയിലിട്ടിട്ട് ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കുക. പിന്നെ കട്ലറ്റിന് കുറേ ഓയിലിട്ടിട്ട് ഫ്രൈ ആക്കുമ്പോൾ ചിലരത് പൊട്ടിപ്പോവും. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു കോൺഫ്ലോറിൽ മുക്കിയിട്ടെല്ലാം ചെയ്യുമ്പം പൊട്ടിപ്പോവൊന്നും ചെയ്യില്ല കേട്ടോ, പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇതാ 2 ഭാഗം ഒരേ കളർ ചേഞ്ച് ആയിട്ട് വന്നു കഴിഞ്ഞാൽ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. പിന്നെ ഇന്ന് ജ്യൂസ് അടിക്കുന്നത് മുന്തിരിയാണെന്നുണ്ടെങ്കിൽ കറുപ്പും പച്ചയും എല്ലാം മിക്സഡ് ആയിട്ട് ഞാൻ കഴുകിയിട്ട് എന്താ പറയുക കുറച്ച് വിനെഗറെല്ലാം ഒഴിച്ചിട്ട് അങ്ങനെ വെക്കലുണ്ട്. കൊണ്ടുവന്നാൽ ഉപ്പ് ഉണ്ടാകുന്നതും പിന്നെ എന്താ പറയുക ഞാൻ പറഞ്ഞിട്ടില്ല ഇഫ്താർ പാർട്ടിയെല്ലാം ഉണ്ടായിട്ടുണ്ടായിന്, അന്നേരം കൊണ്ടാകുന്നതും എല്ലാം ഉണ്ട്, ഒക്കെ വാങ്ങിയതും. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് അങ്ങനെ മുന്തിരി കഴിക്കൂല, നമ്മൾ ജ്യൂസ് അടിച്ചിട്ട് തീർക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതെല്ലാം കഴുകിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിന് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ മോശമായി പോകില്ലേ, നല്ല ഫ്രഷ് ആയിട്ടുള്ള മുന്തിരിയാണ്. അങ്ങനെ പിന്നെന്താ ആപ്പിളും ഓറഞ്ചും എല്ലാം കട്ടാക്കി എടുത്തിട്ടുണ്ട്. സാധാരണ ഓറഞ്ചൊന്നും കട്ടാക്കി എടുക്കാൻ പാടില്ല എന്ന് പറയലുണ്ട് ഈ സമയം. പിന്നെ എല്ലാം കുറച്ച് അധികം തന്നെ ഉണ്ട്, നോമ്പായതുകൊണ്ട് ആരും അങ്ങനെ കഴിക്കൂലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഓറഞ്ചും എന്താ പറയുക മുന്തിരിയും കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന് തീരട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാം മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കലാണ് കേട്ടോ. ഇത് മിക്സിഡായിട്ട് അടിക്കുമ്പോൾ ഇല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട്. അധികം ആൾക്കാർക്കും അറിയുന്നത് തന്നെയായിരിക്കും, എന്നാലും ഇങ്ങനെ അടിച്ച് നോക്കാത്തവരടിച്ചു നോക്കട്ടോ, നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ പണ്ടല്ലാന്നെങ്കിലും ഇപ്പം ഇങ്ങനെ പൈനാപ്പിളും ഇങ്ങനത്തെ ഐറ്റംസും എല്ലാം മിക്സഡായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ജ്യൂസ്. പക്ഷേ ഇപ്പം കുറേ ആയി അങ്ങനെ അടിക്കാത്ത, ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ജ്യൂസും കൂടി റെഡി ആയിട്ടുണ്ട്. അധികം പുളിയൊന്നും ഇല്ലാത്ത നല്ല മുന്തിരിയല്ലേ, കഴിക്കാൻ പറ്റുന്ന മുന്തിരിയാണ്, ജ്യൂസ് അടിക്കുന്നതല്ല. അപ്പം കുറേ ഉണ്ടായതുകൊണ്ട് പിന്നെ ജ്യൂസ് അടിച്ച്. പിന്നെന്താ കട്ലറ്റും കൂടി എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇന്നത്തേത് സിമ്പിളായിട്ടുള്ളൊരു ഇഫ്താറാണ്. ഇനിയിപ്പോൾ ഇതാ എല്ലാം റെഡിയായി നമ്മൾ നോമ്പ് തുറക്കലാണ്. പിന്നെന്താ പിന്നെ കാര്യമായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ്, നമസ്കാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കും. പിന്നെ താറാവിയ നമസ്കാരവും കാര്യങ്ങളെല്ലാം ആയിട്ട് തിരക്കിലായിരിക്കും. കുറേ നാളായില്ലേ ഞാൻ വ്ളോഗ് ചെയ്യാത്ത. ഇൻഷാ അല്ലാ അടിപൊളി വ്ളോഗ്സും റെസിപ്പീസ് എല്ലാം ആയിട്ട് വരാം. ഇപ്പോൾ റെസിപ്പി ചെയ്യാൻ എനിക്ക് കുറച്ച് മടിയാണ്, വ്ളോഗ് ചെയ്യാൻ തന്നെയാണ് ഇഷ്ടം. ഇൻഷാ അല്ലാ നല്ല നല്ല വ്ളോഗ്സായിട്ടെല്ലാം വരാം കേട്ടോ. പിന്നെന്താ പത്തിരും മീൻ കറിയും. മീൻ ഫ്രൈ ആക്കാൻ വെച്ചിട്ടില്ല, അത് പിന്നെ ഫ്രൈ ആക്കാൻ എടുത്തിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടി ആകുമ്പോൾ നോമ്പെല്ലാം കഴിക്കാൻ തോന്നില്ല. ഈ കറി തന്നെ അടിപൊളി ടേസ്റ്റാണ്, നാളെ ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതെടുത്ത് വെച്ചിട്ടുണ്ട്.
ഇത് നല്ല പച്ചമാങ്ങ ഇട്ട തേങ്ങക്കറിയാണ്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കാം. കിതാ ത്രാവ്യക്കെല്ലാം പോലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാം. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാ അസ്സലാമു അലൈക്കും, ബൈ.